ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഓല സ്കൂട്ടർ എങ്ങനെയാണ് പ്രഷർ വാഷ് ചെയ്യുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3Mൻ്റെ കാർ ഷാമ്പു ആണ്. ഇത് 1 ലിറ്റർ പാക്കാണ്. ഇതിൽ നിന്ന് നമുക്കൊരു 10 ml മതിയാവും. ഇനി നമുക്കിതിലേക്ക് വെള്ളം നിറയ്ക്കാം. ഒരു ഹാഫ് ആകുന്ന ഒരു വെള്ളം നിറച്ചാൽ മതിയാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണതൊന്ന്. ഇനി നമുക്കിത് നമ്മുടെ ഗണ്ണിലോട്ട് കണക്ട് ചെയ്തിട്ട് വണ്ടി ഫസ്റ്റ് തന്നെ ഫുള്ള് ഫോം അടിച്ച് വെക്കാം. നല്ലപോലെ ഫുള്ള് ഫോം അടിച്ചതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ആ അഴുക്കൊക്കെ ഒന്ന് ഇളകി കിട്ടും. ഓല വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഫോം അടിക്കാം, പക്ഷേ സ്വിച്ച് ഒഴിച്ച് ആ സ്വിച്ച് അങ്ങ് ഒഴിവാക്കിയേക്കണം. കാരണം സ്വിച്ചിൽ നമ്മൾ ഈ പ്രഷർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം 1-2 പേരോട് ചോദിച്ചൊരു അനുഭവമാണ്, പിന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ. അതായത് സ്വിച്ചിൽ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മുടെ മോഡില്ലേ, റൈഡിങ് മോഡ് ഓട്ടോമാറ്റിക് ചേഞ്ച് ആയി പോകുന്നു. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോയിലോട്ട് ഓടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിട്ട് സ്പോർട്സിലോട്ട് കയറുമായിരുന്നു. പക്ഷേ ചിലർക്ക് അങ്ങനെയല്ല, സ്പോർട്സിലോട്ട് ഓടിക്കാൻ പറ്റുന്നില്ല, ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എക്കോയിലോട്ട് മാറുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫോം അടിച്ച് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ പ്രഷർ വാഷ് ചെയ്ത് ആ ഫോമും അതിൻ്റെ കൂടുതൽ ഡാർട്ടൊക്കെ ഞാൻ കഴുകിക്കളയാം. ഇങ്ങനെ പ്രീ വാഷ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള ഏകദേശം കട്ടിയുള്ള കുറേ ഡാർട്ടൊക്കെ പോയി കിട്ടും. അതിനുശേഷം നമ്മൾ രണ്ടാമത് വാഷ് ചെയ്യും. മെയിനായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈക്രോ ഫൈബർ ഇട്ട് ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് സ്ക്രാച്ചൊന്നും വീഴത്തില്ല. ഇനി നമുക്കിതിൻ്റെ ടയർ ക്ലീൻ ചെയ്യാം. അതിനായി ഞാൻ വേവെക്സിൻ്റെ ടയർ ക്ലീനറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ റബ്ബർ പാർട്ടൊന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യാം. ഇനി നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ബാക്കിയുള്ള പാർട്സൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ ടയർ ക്ലീനർ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡേർട്ടും ഗ്രീസും അതുപോലെ തന്നെ ഈ അയൺ പാർട്ടിക്കിൾസൊക്കെ ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അതുപോലെ വണ്ടിയുടെ ഏതെങ്കിലും ബോഡി പാർട്സിൽ മറ്റേ ടാറിൻ്റെ ഇതൊക്കെ തെറിച്ച് വീഴുമല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ട് കഴിയുകയാണെങ്കിൽ പോയി കിട്ടും. ഇനി നമുക്ക് നോർമൽ വാഷ് ചെയ്താൽ തന്നെ മതിയാകും. കണ്ടോ, അതിൻ്റെ പെട്ടെന്ന് തന്നെ എല്ലാ അഴുക്കും പോയി കിട്ടും. പ്രഷർ വാഷ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ബാക്ക് ടയറിൻ്റെ 2 സൈഡും ക്ലീൻ ചെയ്യാം. ബാക്ക് ടയർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ചേസിൻ്റെ പാർട്ടിൽ കൂടെ കുറച്ച് ക്ലീനർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ടാറൊക്കെ റിമൂവ് ആയി പോകുന്നതായിരിക്കും. ഇതുപോലെ ക്ലീനിങ് ബ്രഷ് മേടിച്ചൊക്കെ നല്ലതാണ്. കാരണം നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് ഇട്ടാണ് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മെറ്റൽ പാർട്സ് കൊണ്ട് സ്ക്രാച്ചൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മെയിൻ വാഷിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫോം ഗൺ എടുക്കുക, ഫുള്ള് ഫോം അടിച്ചു കൊടുക്കുക, വണ്ടി സ്വിച്ച് ഒഴിവാക്കുക. ഇനി നമുക്കൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്ത് ഫുള്ള് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് അധികം ഡേർട്ടൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നോർമലായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ പാർട്സിലും ഒന്ന് മൈക്രോ ഫൈബർ എത്തുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക. ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈക്രോ ഫൈബർ അതിനകത്ത് മുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കുകൾ കൂടുതലുണ്ടെങ്കിൽ അതിട്ട് ഉരയാതിരിക്കാൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടിയാണ്. ഇതിനകത്ത് ഇപ്പോൾ അധികം അത്ര അഴുക്കില്ല, അതാണ് ഞാൻ പിന്നെ ഡയറക്റ്റ് ചെയ്യുന്നത്. മൈക്രോ ഫൈബർ എത്താത്ത പാർട്സിലെല്ലാം നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്ത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രഷർ വാഷ് യൂസ് ചെയ്ത് ഇതെല്ലാം കഴുകി കളയാവുന്നതാണ്. നല്ലപോലെ പ്രഷർ വാഷ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു ഉണങ്ങിയ മൈക്രോ ഫൈബർ കൊണ്ട് ഫുള്ള് വാട്ടർ വൈപ്പ് ചെയ്തെടുക്കാം. ഈ സ്വിച്ചിൻ്റെ പാർട്ടൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ, സ്വിച്ചും ഡിസ്പ്ലേ ഒക്കെ.
ഡിസ്പ്ലേ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ഡിസ്പ്ലേയിലും സ്വിച്ചിലൊന്നും ഞാൻ വെള്ളം അധികം ആക്കാൻ ശ്രമിക്കുന്നില്ല. ഈ പ്രോഡക്റ്റ് കണ്ടോ, ഇത് നമുക്ക് വാക്വം ക്ലീനറായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതൊരു ബ്ലോവറായിട്ടും യൂസ് ചെയ്യാം. വെഹിക്കിൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം വേണ്ട സാധനമാണ് ഈ ബ്ലോവർ എന്നൊരു സാധനം. കാരണം നമ്മുടെ സ്വിച്ചിലും അതുപോലെ തന്നെ ബോൾട്ടിൻ്റെ നട്ടിൻ്റെ ഇടയിലും ഈ വെള്ളം കയറിയിരിക്കും. അങ്ങനെ കയറിയെന്ന് അവിടെ അങ്ങ് ഇതാവും, തുരുമ്പാവും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ബെസ്റ്റ് സാധനമാണിത്. കാരണം ഇത് വെച്ചൊന്ന് ബ്ലോ ചെയ്ത് കളയുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ അങ്ങ് തെറിച്ച് പോയിക്കൊള്ളും. ഇതിന് ഏകദേശം 399 ആ റേഞ്ചത്തെ ഉള്ളു. നല്ലൊരു സാധനമാണ്, അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വാറണ്ടി ഒന്നും ഇല്ല, പക്ഷേ ഉണ്ടോ ഇതുപോലൊക്കെ ചെയ്ത് നമുക്ക് വെള്ളമൊക്കെ തെറിപ്പിച്ച് കളയാൻ പറ്റും. ഈ സാധനം നേരത്തെ ഉണ്ടായിരുന്ന എനിക്ക് ആ മോഡ് പ്രശ്നം വരത്തില്ലായിരുന്നു. അത് ഓട്ടോമാറ്റിക് മോഡ് ചേഞ്ച് ആവുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് വെള്ളം ഇരുന്നാണ് അങ്ങനെ ആയെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്കത് ആ വെള്ളം അങ്ങ് ബ്ലോ ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം വരത്തില്ലായിരുന്നു. ഇത് വേവെക്സിൻ്റെ ഡാഷ്ബോർഡ് ആൻഡ് ലെതർ കണ്ടീഷണറാണ്. ഇത് 2-3 ഡ്രോപ്സ് ഒരു സ്പോഞ്ചിലെടുത്തിട്ട് നമ്മുടെ വണ്ടിയുടെ സീറ്റിലും ബാക്കി പാർട്സിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഇത് നമ്മൾ കാറിനകത്തൊക്കെ സീറ്റിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതുപോലെ ഡാഷ്ബോർഡിലൊക്കെ അപ്ലൈ ചെയ്യണം, നല്ല സ്മെല്ലായിരിക്കും കാറിനകത്ത്. ഇത് നല്ല ലാസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം ഈ വണ്ടി കഴിയുന്നതിന് ശേഷം ഞാനിതുപോലെ മഴയത്തൊക്കെ ഓടിച്ചതിന് ശേഷം ഇത് നല്ലപോലെ നിൽപ്പുണ്ട്, നല്ല ഗ്ലോസി ലുക്കുണ്ട് ഇപ്പോഴും. അപ്പം നമ്മുടെ വണ്ടി കഴിയുന്നതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണിത്. ഞാൻ സ്വിച്ചൊക്കെ തുടച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ അതിലോട്ട് കൂടുതൽ പ്രഷർ കൊടുക്കുന്നതില്ല, ബാക്കി എല്ലാം പ്രഷർ വാഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഗ്രില്ലിൽ കുറച്ച് ഓയിൽ കൂടെ ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്, അത് കാണിക്കുന്നില്ല ഇതിനകത്ത്. ഓക്കെ, ബൈ.